സമയം ഇപ്പോൾ 4 മണി. പാലക്കാട് കോയമ്പത്തൂർ ഹൈവേ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലത്തിൻ്റെ പേര് ബദാമി. ഞങ്ങളിപ്പോൾ കോയമ്പത്തൂർ ടൗണിലെത്തി. അവിടെ റോഡ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഡിവൈഡറും കാര്യങ്ങളൊക്കെ അവിടെ കാണാനുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ബദാമി എന്ന് പറയുന്നത് കർണാടകയിലുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതായത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹെറിറ്റേജ് സിറ്റി ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണത്. അവിടെ അധികം ആരും പോകാനോ കാണാനോ സാധ്യത കുറവാണ്. അപ്പോൾ ബദാമിയിലേക്കാണ് ഞങ്ങളുടെ ഇത്തവണത്തെ യാത്ര. അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ, സത്യമംഗലം, ദിമ്പം, കൊള്ളേഗൽ, തുംകൂർ, ചിത്രദുർഗ, ദാവങ്കേരി, ഹുബ്ലി, ബദാമി, ഇതാണ് ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന റൂട്ട്. ഏകദേശം ഒരു 850 കിലോമീറ്ററാണ് യാത്രാ ദൂരം. ഒരു 15 മണിക്കൂർ ജേണിയാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് സത്യമംഗലം എത്തിയപ്പോൾ വെളിച്ചമാവുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 6 മണി സമയമാണ് സത്യമംഗലത്ത് എത്തിയപ്പോൾ. സത്യമംഗലം ടൗണാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ സത്യമംഗലത്ത് നിന്ന് ബന്നാരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബന്നാരി നിന്നാണ് സത്യമംഗലം ഹിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഹിൽസിന് അങ്ങേവശമാണ് കർണാടക. അപ്പോൾ തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ റോഡുകളാണ്, അടിപൊളി റോഡുകളാണൊക്കെ. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നൊരു ടൊയോട്ട ലിവേലാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ ടൊയോട്ട ലിവേലാണ് യാത്ര. ഞങ്ങൾ 3 പേരാണ് ബദാമിയിലേക്ക് പോകുന്നത്, ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും. ഞങ്ങൾ ബന്നാരിയമ്മൻ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തി. എൻ്റെ ബന്നാരിയമ്മൻ അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഒരു ഏകദേശം ഒരു 7 മണിയോടുകൂടി ഞങ്ങൾ ബന്നാരിയിലെത്തി. അപ്പോൾ മറ്റേ വാഹനങ്ങളുടെയൊക്കെ തിരക്ക് തുടങ്ങി. ഞങ്ങൾ ലോറിയും അതുപോലുള്ള വാഹനങ്ങളൊക്കെ സൈഡിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഹിൽസും കാണാൻ സാധിക്കും. സത്യമംഗലം ഹിൽസും കാണാൻ പറ്റും, അതായത് വീരപ്പൻ്റെ മല. അപ്പോൾ ഇതിന് അങ്ങേവശമാണ് മൈസൂർ. അപ്പോൾ ബന്നാരി അമ്പലത്തിലേക്ക് ഞങ്ങൾ കയറുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പോകാനാണ് പ്ലാൻ. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തമിഴ്നാടിനും കർണാടകയ്ക്കും ഇടയിലുള്ളൊരു ചരക്ക് സാധനങ്ങൾ മൂവ് ചെയ്യുന്ന റൂട്ടാണ്. അതുകൊണ്ട് ലോറികളുടെ ഭയങ്കരമായ തിരക്കുള്ളൊരു റൂട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്ന ഈ റൂട്ട്. ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ നീങ്ങി തുടങ്ങി ബന്നാരിയിൽ നിന്ന്. സത്യമംഗലം അടുത്ത് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ദിമ്പമാണ്. അപ്പോൾ ദിമ്പത്തേക്കുള്ള ആ ഘാട്ട് റോഡുകളാണ് ഈ കാണുന്നത്. റോഡൊക്കെ നല്ല അടിപൊളി റോഡുകളാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഞങ്ങൾ ദിമ്പം എത്തി. ദിമ്പം എന്ന് പറയുന്നത് ചെറിയൊരു ടൗണാണ്. ഏകദേശം ഒരു 1100 മീറ്റർ മുകളിലുള്ള സ്ഥലമാണ് സീ ലെവലെന്നും. അത് നിങ്ങൾക്ക് ബോർഡിൽ കാണാൻ പറ്റും, സൈഡ് ബോർഡിൽ. ഇനി ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമുക്ക് കൊള്ളേഗലിലേക്കുള്ള ഡീവിയേഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കൊള്ളേഗലിലേക്കുള്ള സ്പോട്ട് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇനിയുള്ള റോഡ് എന്ന് പറയുന്നത് മുഴുവൻ കാട്ടിനുള്ളിൽ കൂടെയുള്ള വഴിയാണ്. അതുപോലെ തന്നെ വീതി കുറഞ്ഞ വഴിയാണ്. മഴയുള്ള സമയത്ത് റോഡിൽ കൂടെ വെള്ളം പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്നാണ് ആ സൈൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത് തമിഴിൽ. അടിപൊളി റോഡുകളാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല റോഡ്, അതുപോലെ തന്നെ നല്ല കാഴ്ചകളുമാണ് 2 വശത്തും. പക്ഷേ റോഡിന് തീരെ വീതിയില്ല, വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. അതുപോലെ മാക്സിമം ലെഫ്റ്റ് കീപ്പ് ചെയ്ത് വണ്ടി ഓടിക്കുക, ഫോൺ യൂസ് ചെയ്യുക നല്ലപോലെ. അതുപോലെ മൃഗങ്ങളൊക്കെ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൃഗങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒതുക്കി നിർത്തി ശ്രദ്ധിച്ചു പോവാം. അതുപോലെ തന്നെ ഈ ടേണുകളിലൊക്കെ വളരെ ശ്രദ്ധിക്കുക വണ്ടി ഓടിച്ചു പോകുമ്പോൾ. ഒരു കാട്ടുകോഴി ഞങ്ങളെ ക്രോസ് ചെയ്ത് പോയി. ഓപ്പോസിറ്റ് ഒരു വലിയ ബസ്സോ ലോറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒതുങ്ങാൻ സ്ഥലം കുറച്ച് കുറവാണ്. റോഡിന് വീതി കുറവാണെന്നേ ഉള്ളൂ. പക്ഷേ റബ്ബറൈസ്ഡ് റോഡാണ്. വണ്ടി ഒരു അനക്കമില്ലാതെ നമുക്കൊരു 80-90 പോകാൻ പറ്റും. പക്ഷേ അത്രയും സ്പീഡിൽ പോകരുത്. ഒരു 40-50 പിടിക്കുക. ഏകദേശം
അത്യാവശ്യം ദൂരമുണ്ട് നമ്മുടെ ദിമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കൊള്ളേകലിലേക്ക്. ആ വഴിയുടെ ഒരു 80% കാടിനുള്ളിൽ കൂടെയാണ്. അപ്പോൾ കാടിനകത്ത് നിറയെ റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാടിനകത്ത് തന്നെ ഉള്ളൊരു കാനക്കര എന്ന് പറഞ്ഞൊരു സെറ്റിൽമെന്റ് ഉണ്ട്. അവിടെ ആ ചെറിയൊരു ഗ്രാമമാണ് ഇപ്പോൾ ഈ കാണുന്നത് കാനക്കര. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കൊള്ളേക്കൽ സോളാർ പാടങ്ങളാണ്. ഏക്കർ കണക്കിന് സ്ഥലത്ത് സോളാർ പാനൽ സ്ഥാപിച്ചിട്ട് മറ്റേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കർണാടകയിലാണ്. നമ്മൾ തമിഴ്നാട് കടന്നു കർണാടകയാണ്. നമ്മൾ കൊള്ളേക്കൽ എത്താറായി. ഇതാണ് കൊള്ളേക്കൽ ടൗൺ. കൊള്ളേക്കൽ ടൗണിൽ നിന്ന് ഇനി അടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തുംകൂരാണ്. അപ്പോൾ തുംകൂരിലേക്കുള്ള യാത്രയിലാണിപ്പോൾ. അപ്പോൾ പോകുന്ന സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ബദാമി എന്ന് പറയുന്നത് കർണാടകയിലെ ബാഗൽകോട്ട് ഡിസ്ട്രിക്റ്റിലുള്ളൊരു സ്ഥലമാണ് ബദാമി. അതിൻ്റെ പഴയ പേര് വാതാബി എന്നായിരുന്നു. അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ചാലൂക്യ രാജവംശം. അവർ ഭരിച്ചിട്ടുള്ള സ്ഥലമാണ് ഈ ബദാമി. അവരുടെ ചാലൂക്യ രാജവംശത്തിൻ്റെ ക്യാപിറ്റലായിരുന്നു ബദാമി. ഏകദേശം 600 വർഷക്കാലം ചാലൂക്യർ ഈ ബദാമി ഭരിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു കർണാടകയുടെ ഭൂരിഭാഗം ഭാഗങ്ങൾ, തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് അവർ റൂൾ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം ഹംപി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹംപിയുടെയൊക്കെ അടുത്താണ് ഈ പറയുന്ന ബദാമി. ഹംപിയിൽ നിന്ന് ഏകദേശം ഒരു 150 കിലോമീറ്റർ അപ്പുറം. നമ്മളിപ്പോൾ തുംകൂർ ഹൈവേയിലേക്ക് കയറി. 6 വരി പാതയാണ് തുംകൂറിന്. ഈ ഹൈവേ എന്ന് പറയുന്നത് ബാംഗ്ലൂർ ടു പൂനെ പോകുന്ന ഹൈവേ ആണ് കേട്ടോ. ബാംഗ്ലൂർ പൂനെ നാഷണൽ ഹൈവേ ആണിത്. അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ 6 വരി പാതയാണ്. ഒരു രക്ഷയില്ലാത്ത റോഡുകളാണ്. അടിപൊളിയായിട്ടുള്ള റോഡുകൾ. നമുക്കൊരു 2-3 കിലോമീറ്ററൊക്കെ സ്ട്രെച്ചിൽ അങ്ങനെ കാണാൻ പറ്റും. അത്രയും നല്ല റോഡുകളാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു സിറ എന്ന് പറഞ്ഞൊരു ഭാഗത്തെത്തി. അപ്പോൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. ബദാമി ഫേമസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബദാമി. ഒരുപാട് ഗുഹാക്ഷേത്രങ്ങളുണ്ട്. വലിയ പാറക്കല്ലിൽ ഏകദേശം നമ്മൾ അമർനാഥ് അവിടെയുള്ള ഗുഹാക്ഷേത്രങ്ങളൊക്കെ പോലെ ഉള്ള ഗുഹാക്ഷേത്രങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ ബദാമി. അത് ചാലൂക്യരാണത് നിർമ്മിച്ചിട്ടുള്ളത്. അവരുടെ ഭരണകാലത്താണ് ഈ പറയുന്ന ഗുഹാക്ഷേത്രങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ബദാമിയിലുണ്ട്. അതുപോലെ തന്നെ ഐഹോളെ, പട്ടടക്കൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിനടുത്തായിട്ട്. ഒരുപാട് ചരിത്രപരമായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും ഈ സ്ഥലം. ഞങ്ങളിപ്പോൾ ചിത്രദുർഗ എത്തി. നമുക്ക് ബോർഡിൽ കാണാൻ പറ്റും പൂനെ 638 കിലോമീറ്റർ, ബെല്ലാരി എന്നൊക്കെ പറഞ്ഞു. ഇത് ചിത്രദുർഗ ടൗണാണിത്. ചിത്രദുർഗയിൽ നിന്ന് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദാവൺഗിരി. അത് കഴിഞ്ഞ് ഹുബ്ലിയിൽ നിന്ന് ബദാമി. ചിത്രദുർഗ ടൗണിന് അകത്തുള്ളൊരു സ്റ്റാച്യു ഇതൊക്കെ കാണാം. അത് ഏതാ രാജാവിൻ്റെ അറിയില്ല. കർണാടക ഭരിച്ചിട്ടുള്ള ഏതോ രാജാവിൻ്റെ സ്റ്റാച്യു ആണത്. ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചയോട് കൂടിയിട്ടൊക്കെയാണ് ചിത്രദുർഗ എത്തിയത് കേട്ടോ. നല്ല വെയിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചിത്രദുർഗ ടൗണിൽ കയറിയെന്ന് മാത്രം. അവിടെ നിന്ന് ഇപ്പോൾ അഗെയിൻ ഞങ്ങൾ ബൈപ്പാസിലേക്ക് കയറി അടുത്ത് ദാവൺഗിരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാവൺഗിരി നമ്മൾ ടൗൺ ടച്ച് ചെയ്യില്ല, ബൈപ്പാസ് ചെയ്ത് പോവേ ഉള്ളൂ.
പല ഭാഗത്തും ഹൈവേയുടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു യാത്രയുടെ ഇടയിൽ. നമ്മൾ പോകുന്നത് ടൊയോട്ട ലിവയിലാണ്. വണ്ടിയെ പറ്റി വർക്ക് നടക്കുന്നുണ്ട് പല ഭാഗത്തും. വഴി മറ്റേ സർവീസ് റോഡ് കൂടെയൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു പല ഭാഗത്തും. ഏകദേശം ഒരു വർഷം കൂടെ എടുക്കും തോന്നുന്നു ആ വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ട്, റോഡ് വർക്കുകൾ. ഞങ്ങൾ പോയത് കഴിഞ്ഞ മെയ്യിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഒരു അടുത്ത മെയ്യോടുകൂടി അത് കംപ്ലീറ്റ് ആവുമെന്ന് വിചാരിക്കണം. ഞങ്ങളിപ്പോൾ ഹുബ്ലി ടൗണിലെത്തി. ഹുബ്ലി ഇനി അടുത്ത പോയിൻ്റാണ് ബദാമി. ഹുബ്ലിയിലെത്തുമ്പോൾ തന്നെ ഏകദേശം വൈകുന്നേരമായി. ഒരു 6 മണി 6:30 സമയത്താണ് ഹുബ്ലി ടൗണിലെത്തുന്നത്. ഇനി ഇവിടെ നിന്ന് ഒരു 100 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ബദാമിയിലേക്ക്. ഞങ്ങൾ ഹുബ്ലിയിൽ നിന്ന് ബദാമിയിലെത്തി. അപ്പോൾ അവിടെ താമസിക്കുന്ന ഹോട്ടൽ മയൂര ചാലൂക്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തത്. ഇത് കർണാടക സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെയാണ് ഈ ഹോട്ടൽ. അത്യാവശ്യം നല്ല ഹോട്ടലായിരുന്നു, കുഴപ്പമില്ലാത്ത സ്ഥലം. ബദാമി ടൗൺ എത്തുന്നതിൻ്റെ ഒരു 2 കിലോമീറ്റർ മുന്നേ ആയിട്ടാണ് ഈ ഹോട്ടൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാഹനം നിർത്താനും ഒക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. ഭക്ഷണം ഹോട്ടലിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാം. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്പർ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. മൊബൈൽ നമ്പറും ഉണ്ട്, ലാൻഡ് ഫോൺ നമ്പറും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾ ഈ ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും ഈ ഹോട്ടൽ മയൂര ചാലൂക്യ എന്ന് പറയുന്ന ഹോട്ടൽ. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് ഇങ്ങനെയായിരുന്നു. 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. വൈകിട്ട് 8:30 മണിക്ക് ഞങ്ങൾ ബദാമിയിലെത്തി. ഏകദേശം 850 കിലോമീറ്ററിൻ്റെ ഡ്രൈവായിരുന്നു അത്. ഇനിയിപ്പോൾ ബാക്കി ഉള്ള സ്ഥലങ്ങൾ നമ്മൾ നാളെ രാവിലെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഐഹോളെ, പട്ടടക്കൽ എന്ന് പറയുന്നുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഞങ്ങൾ നാളെയാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഹോട്ടൽ മയൂര ചാലൂക്യയിൽ സ്റ്റേ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബദാമി എന്ന് പറയുന്നത് നമ്മളാകെ ഏറ്റവും കൂടുതൽ നമ്മൾ മുഗൾ സാമ്രാജ്യത്തിനെ പറ്റി മാത്രമേ അധികം പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ഇതിന് നമ്മുടെ ചാലൂക്യ രാജവംശത്തിനെ പറ്റി നമ്മൾ അധികം ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഏകദേശം ഒരു 10-600 വർഷം ഭരിച്ചിട്ടുള്ളൊരു രാജവംശമാണിത്. ഓക്കെ, അപ്പോൾ ഇത് ചാലൂക്യരെ പോലെ തന്നെ വേറെ ഒരുപാട് രാജവംശങ്ങൾ നമ്മുടെ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അതിൽ മൗര്യ സാമ്രാജ്യം, അവർ ഏകദേശം ഒരു 550 വർഷം ഭരിച്ചിട്ടുള്ള ആൾക്കാരാണ്. അഹം സാമ്രാജ്യം, പിന്നെ ശതവാഹനന്മാർ, ചോള സാമ്രാജ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരുടെയാണ് നമ്മുടെ തഞ്ചാവൂർ ബൃഹദീശ്വര ടെമ്പിളൊക്കെ ചോള രാജാക്കന്മാർ ഉള്ളപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ഏകദേശം 1000 വർഷം ഭരിച്ചിട്ടുള്ള രാജവംശമാണ് ചോള രാജവംശം. അതുപോലെ തന്നെ പാണ്ഡ്യ സാമ്രാജ്യം, അവർ ഏകദേശം 800 വർഷത്തോളം ഭരിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതേപോലെ ചണ്ടേല സാമ്രാജ്യം എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നു. പിന്നെ ഗുപ്തന്മാർ, പല്ലവന്മാർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഭാരതം ഭരിച്ചിട്ടുണ്ട്. നമ്മൾ ഇവരെ പറ്റിയിട്ടൊന്നും അധികം പഠിച്ചിട്ടില്ല. മുഗൾ സാമ്രാജ്യത്തെ പറ്റി മാത്രമാണ് നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ അറിയേണ്ട കുറേ സംഭവങ്ങളും അറിയേണ്ട രാജവംശങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലുള്ള യാത്രകളിലൂടെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ബദാമി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയത്. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ബാക്കി കാഴ്ചകൾ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.